വാ ഇന്നൊന്നിട്ടൊക്കെ നോക്കാം. ഇന്നെൻ്റെ കുട്ടിക്കാലത്തിൽ ചെറിയ ഓർമ്മയാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. എൻ്റെ അനിയന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അവന് ഫുഡ് കൊടുക്കുക എന്നാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ടാസ്ക്. ആ ടാസ്കിൽ എപ്പോഴും വിജയിക്കും നമ്മുടെ അച്ചാച്ചനും. ഇവനെ ഏറ്റവും ഇഷ്ടം മീനാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്ക ദിവസം ഡെയിലി മീനുണ്ടായിരിക്കും. അപ്പോൾ അച്ചാച്ചൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. അച്ചാച്ചൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാച്ചൻ ഡൈനിങ് ടേബിളിൽ അവിടെ നിന്നിട്ട് ചോറ് കുഴക്കും. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, ഇവന് വേണ്ടി ഞാൻ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന ഞാൻ ഇവന് വേണ്ടി ത്യാഗം ചെയ്ത് ഇവന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവൻ്റെ ഒപ്പം പോകും. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളും ഹോളും അടുത്തടുത്താണ്. അപ്പോൾ അച്ചാച്ചൻ പറയും, നിങ്ങൾ ഹോളിൻ്റെ അവിടെ നിന്ന് ഡൈനിങ് ടേബിളിലേക്ക് ഓടി വരാം, ഒരു വായ കഴിക്കണം. അപ്പോൾ ഞാനൊരു വായ കഴിച്ച് കഴിഞ്ഞാൽ ഇവൻ 3 വായ കഴിക്കണം, അതാണ് കണക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് പതുക്കെ ഓടി ഇവൻ വരും. അപ്പോൾ അച്ഛൻ ഈ ചോറൊക്കെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് കുറച്ച് മീൻചാറ് ഉപയോഗിക്കും. പ്ലെയിൻ ആയിട്ടുള്ള നല്ലൊരു മീൻചാറ് ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കും. അങ്ങനെ ഈ കുഴച്ച് വരുമ്പോൾ ഞങ്ങൾ പറയും അവിടെ നിന്ന് പോകാൻ തോന്നുന്നു പറയും. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ കുണിഞ്ഞ് ഓടും. അവനിങ്ങനെ സ്പീഡിൽ വരും, അവൻ ജയിച്ചെന്നുള്ള മട്ടിൽ. അങ്ങനെ ഇതിങ്ങനെ കുഴച്ച് നല്ലൊരു ഉണ്ടയാക്കും. ഓക്കെ, ഞാൻ അത്ര ഉരുട്ടാൻ അത്ര വലിയ ആളൊന്നുമല്ല കേട്ടോ. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ചെറിയ ഇതായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ അത്ര കറക്റ്റൊന്നും ആവില്ല. അങ്ങനെ ഈ ഉരുട്ടി അച്ഛൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉരുട്ടും. നന്നായി ഉരുട്ടിയതിന് ശേഷം കുറച്ച് മീൻചാറെടുത്ത് അതിനകത്തേക്ക് ഈ ഉരുള ഡിപ്പ് ചെയ്യും, നന്നായിട്ട് ഡിപ്പ് ചെയ്യും. പിന്നെ അതെ കണ്ട ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഡിപ്പ് ചെയ്യും. ഓക്കെ, അതൊരു മുള്ളു മാറ്റട്ടെ. ഓക്കെ, എന്നിട്ട് നന്നായി ഡിപ്പ് ചെയ്ത് എൻ്റെ ഉരുളങ്ങോട്ട് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ ഒന്നൊരു വട്ടാക്കണ്ട കേട്ടോ, കറക്റ്റ് ആക്കട്ടെ. ഓക്കെ, ഇതുപോലെ ഇരിക്കുമോ സംഭവം അടിപൊളിയാണ്. അതെ, എന്നിട്ടൊരു മീൻ കഷ്ണം അച്ചാച്ചൻ അതിൽ നിന്ന് എടുത്ത് ഈ ചോറിൻ്റെ മുകളിലേക്ക് വെച്ചെന്ന് അവനങ്ങോട്ട് കൊടുക്കും. ഒന്നും പറയാനില്ല, എനിക്കതൊക്കെ അറിയുമ്പോൾ വിഷമം വരാം. സംഭവം വേറെ ലെവലാണ്. ഇതോടെ ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇതേ കുറച്ച് ചോറ്, കുറച്ച് ബീൻസ് തോരൻ, കുറച്ചും കൂടി ചാറ് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് അതൊക്കെ കൂട്ടി ഒന്ന് കുഴച്ച് ഒരു ചെറിയ മീൻ കഷ്ണം, എനിക്ക് കറി വെച്ച മീൻ ഭയങ്കര ഇഷ്ടമാണ്, അയിലയാണ് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടവും. അപ്പോൾ അതിൻ്റെയും ഒരു ചെറിയ പീസ് എടുത്ത് ഈ ചോറിൻ്റെ ഒപ്പം വെക്കട്ടെ കേട്ടോ. ഓക്കെ, ഒന്നും കൂടി ഒന്ന് കുഴച്ച് നമുക്കൊന്നൊരു വായെടുക്കാം. ഓക്കെ, അമ്മേ വേറെ ലെവൽ സാധനമല്ലേ, മീൻ കറിയും ബീൻസും. ഒരു ചെറിയ മീൻ കഷ്ണം കൂടി വെക്കട്ടെ കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നാളെ കാണട്ടെ നമുക്ക്. ബൈ.